കേരള സർവകലാശാലയിൽ വീണ്ടും രജിസ്ട്രാർ മാറുന്നു. സാം സോളമിനെ രജിസ്ട്രാർ ഇൻചാർജാക്കാൻ ധാരണയായിട്ടുണ്ട്. ഇടത് അംഗങ്ങളുടെ ആവശ്യപ്രകാരമാണ് തീരുമാനം. സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാർ ഇൻചാർജിനെ മാറ്റണമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യമുയർത്തിയിരുന്നു. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകാനുള്ളത്. വിജിൻ, ഇക്കാര്യത്തിൽ മറ്റെതിർപ്പുകളൊന്നുമില്ലാതെ ഈ നിയമനം സാധ്യമാകുമോ? നൗഫൽ, എന്തായാലും ആദ്യഘട്ടത്തിൽ ആദ്യത്തെ അജണ്ടയായി രജിസ്ട്രാറെ മാറ്റുന്നത് എടുക്കണം എന്നുള്ളതായിരുന്നു സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആദ്യം തന്നെ ആവശ്യപ്പെട്ടത്. പക്ഷേ അതിന് ആദ്യഘട്ടത്തിൽ VC തയ്യാറായില്ല. പിന്നീട് അതിന് VC വഴങ്ങുകയും ഒപ്പം തന്നെ സാം സോളമനെ താൽക്കാലിക രജിസ്ട്രാറായി നിയമിക്കാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുമുണ്ട്. എന്തായാലും കുറേ കാലങ്ങളായി ഈ മുൻ രജിസ്ട്രാറായിരുന്ന KS അനിൽകുമാർ സസ്പെൻഷനിലായതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ രജിസ്ട്രാർമാരെ വീണ്ടും താൽക്കാലിക രജിസ്ട്രാർമാരെ മാറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസമാണ് സർക്കാർ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് KS അനിൽകുമാറിനെ മാറ്റി മാതൃസ്ഥാപനത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. അതിനുശേഷം നടക്കുന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് ഇപ്പോൾ താൽക്കാലിക രജിസ്ട്രാറായി സാം സോളമന്റെ പേര് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അത് ഇപ്പോൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പുതിയ സ്ഥിരം രജിസ്ട്രാറെ വയ്ക്കുന്ന നടപടികളിലേക്ക് സിൻഡിക്കേറ്റ് യോഗം കടക്കും. അതിന് വിജ്ഞാപനം ഇറക്കണം. സർക്കാരാണ് സ്ഥിരം രജിസ്ട്രാർ നിയമിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. മുമ്പ് രശ്മി ആറായിരുന്നു താൽക്കാലിക രജിസ്ട്രാറായി ചുമതലയിലുണ്ടായിരുന്നത്. അതിനു മുമ്പ് മിനി കാപ്പിനെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള വിവാദവും പ്രതിഷേധവും ഒക്കെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉയർന്നതാണ്. പക്ഷേ അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ VC ആ ഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ എന്തായാലും പുതിയ തീരുമാനം എന്ന നിലയിലാണ് സാം സോളമന്റെ പേര് ഇടത് അംഗങ്ങൾ മുന്നോട്ട് വെക്കുകയും അതിന് സിൻഡിക്കേറ്റ് യോഗം അംഗീകാരം നൽകുകയും ചെയ്തിട്ടുള്ളത്. അല്പസമയത്തിനകം അത് ഉത്തരവായി ഇറങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. BJP അംഗങ്ങളും ഒപ്പം തന്നെ കോൺഗ്രസ് അംഗങ്ങളും യോഗത്തിൽ ആവശ്യപ്പെട്ടത് സ്ഥിരം രജിസ്ട്രാർ നിയമിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ആ നടപടിയുമായി മുന്നോട്ട് പോകാം എന്നുള്ള അഭിപ്രായം VC പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി തുടർ നടപടികൾ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നൗഫൽ.